പാഠം 966 പുതിയ ഭക്ഷണ രീതികൾ. സമയം എത്രയായി? മോഹനേട്ടന്റെ വാച്ചുണ്ട്, അപ്പുറത്തെ മുറിയിൽ ക്ലോക്കും ഉണ്ട്. എന്നിട്ടും എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? നിന്നോട് ചോദിച്ചത് എന്തിനാണ് എന്ന് നിനക്ക് മനസ്സിലായില്ലല്ലേ? ഇല്ല. എനിക്ക് ഇതുവരെ ചായ കിട്ടിയിട്ടില്ല. ചായ ഞാൻ ഉണ്ടാക്കില്ല. അത് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഇന്നു മുതൽ ഇവിടെ ചായ ഇല്ല. നീ എന്താ രാവിലെ ആളെ കളിയാക്കണോ? ഞാനും പിന്നല്ലാതെ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് കൃത്യമായി ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്ന നീ ഇപ്പൊ പറയുന്നു ഇവിടെ ചായ ഉണ്ടാക്കുന്നില്ല എന്ന്. എന്താണ് അർത്ഥം? ഇവിടെ ചായ ഉണ്ടാക്കുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ രാവിലെ ചായ ഉണ്ടാക്കിയും അത് കുടിക്കുകയും ചെയ്തു. മോഹനേട്ടൻ ചായ ഉണ്ടാക്കുന്നില്ലെന്നാ ഞാൻ പറഞ്ഞേ. എന്താ അതിനൊരു കാരണമാണല്ലോ. ഭർത്താവിന്റെ ആരോഗ്യത്തെ പറ്റി ഭയങ്കര ഉത്കണ്ഠയുള്ള ഒരു ഭാര്യയായി ഞാൻ മാറിക്കഴിഞ്ഞു. ഇന്നലെ വരെ എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് മോഹനേട്ടന്റെ ആരോഗ്യം നന്നായിട്ട് നോക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇനി അങ്ങോട്ട് മോഹനേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. മോഹനേട്ടന്റെ ആരോഗ്യമാണ് എന്റെ ലക്ഷ്യം. അല്ല, ആരോഗ്യം ചായ തമ്മിൽ എന്താ ബന്ധം? ഉണ്ടല്ലോ മോഹനേട്ടാ. ചായ ഉണ്ടാക്കുന്നത് തേയില ഉപയോഗിച്ചാണ്. പ്രസ്തുത തേയില ശരീരത്തിന് പല വിധത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുന്ന വിവിധ പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പാൽ, പശുവിന്റെ കുഞ്ഞിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രസ്തുത ദ്രാവകം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ അതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്, പശുക്കിടാവിന് അർഹതപ്പെട്ട പാൽ നമ്മൾ ബലം പ്രയോഗിച്ച് തട്ടിയെടുക്കുകയാണ്. ഇനി രണ്ടാമത്തേത്, മനുഷ്യ ശരീരത്തിലെ ദഹന പ്രക്രിയയെ ആകെ അവതാളത്തിലാക്കാൻ പറ്റുന്ന ഒരു ഘോര വിഷമാണ് പാൽ. മനുഷ്യന് ആവശ്യമുള്ള പാൽ അവന്റെ അമ്മയിൽ നിന്ന് ചെറിയ പ്രായത്തിൽ കിട്ടുന്നുണ്ട്. അമ്മയുടെ മുലപ്പാൽ തീരുന്നതോടെ പാല് കൊണ്ടുള്ള മനുഷ്യക്കുട്ടിയുടെ ആവശ്യവും തീരുന്നു എന്നുള്ളതാണ് ശാസ്ത്രം. പിന്നെ പഞ്ചസാര, അതൊരു കൊടും വിഷമാണ്. ഉത്തരേന്ത്യയിലെ കരിമ്പ് കൃഷിക്കാരെയും പഞ്ചസാര കമ്പനികളെയും സഹായിക്കാനായി മാത്രം നമ്മൾ പഞ്ചസാര കഴിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ സകല ആരോഗ്യ പ്രശ്നങ്ങളുടെയും പിന്നിൽ ഈ പഞ്ചസാര ഉണ്ട്. ചുരുക്കി പറഞ്ഞ, ഒരു ചായ കുടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, വലിയ ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഭർത്താവിനെ ജീവനതുല്യ സ്നേഹിക്കുന്ന ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ എങ്ങനെയാ മോഹനേട്ടന് ചായ ഉണ്ടാക്കി തരുന്നത്? ഫോൺ വിളിക്കുന്നു. ഞാൻ ഈ നാട്ടുകാരനാണെങ്കിലും എനിക്ക് ഇവിടെ വലിയ വിലയൊന്നും കിട്ടാറില്ല. പക്ഷേ കുമാരൻകുട്ടി വൈദ്യരെന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് ഭയങ്കര പേരാ. ഉദാഹരണത്തിന്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഛത്തീസ്ഗഡിൽ പോയിരുന്നു. അവിടെയുള്ള ആളുകൾ ഞാൻ എത്തിയെന്ന് കേട്ടപാടെ തടിച്ചുകൂടുകയായിരുന്നു. സത്യം. നമ്മുടെ നാട്ടിലെ മനുഷ്യർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ഒരു ജീവിതമാണോ? ഇങ്ങനെയാണോ മനുഷ്യൻ ജീവിക്കേണ്ടത്? മലയാളികളുടെ ഭക്ഷണശീലമെല്ലാം തെറ്റാണ്. ഇങ്ങനെ ജീവിച്ചാൽ വലിയ താമസമില്ലാതെ നമ്മൾ നശിച്ചു പോകും. വൈദ്യർ, കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ? പറയാം. ഒന്നാമത്, നമ്മൾ കുടിക്കുന്ന ചായ ഒരിക്കലും കുടിക്കാൻ പാടില്ലാത്തൊരു പാനീയമാണ് ഈ ചായ. ചായയിലുള്ള തേയില പലതരം മാറാരോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വസ്തുവാണ്. പിന്നെ പഞ്ചസാരയുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. അത് വടക്കേ ഇന്ത്യയിലെ കരിമ്പ് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു രാസവസ്തുവാണ്. പിന്നെ പശുവിന്റെ കിടാവിനുള്ള പാല് നമ്മൾ മോഷ്ടിച്ചു കുടിക്കുന്നു. മനുഷ്യ ശരീരത്തിന് തീരെ ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഈ പാല്. അപ്പൊ ഇത്രയും കാലം ചായ കുടിച്ച മനുഷ്യന്മാരുടെ ഒക്കെ കാര്യം പോക്കാണ്. ശരിയല്ലേ? വൈദ്യരൊന്നും വിചാരിക്കരുത്, കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ടെങ്കിലും വലിയ വിവരമുള്ള കൂട്ടത്തിലല്ല ഭാമ. എനിക്കത് മനസ്സിലായി. മനസ്സിലായി. കുട്ടി, ഇത്രയും കാലം ഒരു കാര്യം ചെയ്തു എന്നതുകൊണ്ട് ഇനി അത് ചെയ്യേണ്ട കാര്യമുണ്ടോ?
നമ്മൾ ധാരാളം അരി കഴിക്കുന്നവരാണ്. അത് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ദോഷങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. മനുഷ്യൻ ഉണ്ടായ കാലത്ത് അരി ഉണ്ടായിരുന്നോ? ഇല്ല. ആ, ശുദ്ധമായ പച്ചക്കറികളും പഴങ്ങളും മാത്രമാണ് നമ്മൾ കഴിക്കേണ്ടത്. അത് കഴിക്കുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും വേവിക്കരുത്. വേവിക്കുമ്പോ പച്ചക്കറികളിലുള്ള പോഷകാംശം നഷ്ടപ്പെടുന്നു. അത് വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊന്നും കഴിക്കും മനുഷ്യ വിശക്കൂലേ? അല്ല, നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. വിശക്കും. പക്ഷേ വിശപ്പിനെ നിയന്ത്രിക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. അല്ലെങ്കിൽ പിന്നെ പട്ടിയും പൂച്ചയുമായി നമുക്കെന്ത് വ്യത്യാസം? മറ്റൊന്നുകൂടി, അത്താഴം ധാരാളം കഴിക്കുന്ന ശീലം നമുക്കുണ്ട്. കഴിക്കരുത് ഒരൊറ്റ ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതൽ ഒന്നും കഴിക്കരുത്. എന്താ നടക്കാത്തത്? ആരോഗ്യത്തെ പറ്റി ഉത്കണ്ഠയുള്ളവർ ഞാൻ പറയുന്നത് മനസ്സിലാക്കും. പക്ഷേ ബാബയ്ക്ക് അങ്ങനെ വലിയ ഉത്കണ്ഠയൊന്നുമില്ല. സ്വന്തം ഭർത്താവിന്റെ ആരോഗ്യ കാര്യത്തിൽ ഉത്കണ്ഠയില്ലാത്ത സ്ത്രീകളാണ് ഈ നാടിന്റെ ശാപം. അല്ല കൃഷ്ണ, അല്ലല്ല മോഹന, മോഹനകൃഷ്ണ സാർ, വില്ലേജ് ഓഫീസർ. മോഹനകൃഷ്ണ, ഓരോ നേരത്തും കഴിക്കേണ്ട വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് ഞാൻ തരാം. ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും മാറാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ പതിയെ പതിയെ മാറണം. ഇതുവരെ നടക്കുന്ന കാര്യമാണ്, എനിക്ക് തോന്നില്ല. കുറെ നേരമല്ലോ നീ ഇങ്ങനെ ഉടക്കിടുന്നു. കാര്യങ്ങളെ പറ്റി അറിവുള്ള ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കാൻ പഠിക്കണം. അല്ല, ബഹളം ഉണ്ടാക്കിയല്ലേ വേണ്ടത്. അതെ, നിന്റെ അഹങ്കാരവും ധിക്കാരം വിളമ്പാൻ ഇത് കോടതിയല്ല. കുമാരൻകുട്ടി വൈദ്യുതി വന്നത് എന്നെ കാണാൻ വേണ്ടി, അതെനിക്കറിയാലോ. അവൾ പ്രതികാരം ചെയ്യുക. ശരി, ആയിക്കോട്ടെ. അപ്പൊ 11 മണിക്ക് കോടതി വെച്ച് കാണാം. ഞാൻ കൃത്യസമയത്തിന് എത്തും. ശരി. ഇന്നലെ ഞാൻ എന്തോ ചെറുതായി പറഞ്ഞതിന്റെ പേരിലാണോ നീ ഇങ്ങനെ വാശി കാണിക്കുന്നത്? ചെറുതായിട്ട്. ഭർത്താവിന്റെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞതാണോ മോഹനേട്ട ഒരു ചെറിയ കാര്യം? കോളേജിലൊക്കെ പോയെങ്കിലും എനിക്ക് ബുദ്ധിയും വിവരവും ഇല്ല എന്ന് വേറൊരാളോട് പറഞ്ഞതാണോ ഈ ചെറിയ കാര്യം? ആ വൈദ്യരെന്തൊക്കെയോ പറഞ്ഞപ്പോ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഞാനൊന്ന് പറഞ്ഞു പോയതിന് മോഹനേട്ടനെ തിരിച്ചെന്തൊക്കെയാണ് പറഞ്ഞത്? അതൊക്കെ ചെറിയ കാര്യമാണോ? പുറത്തുനിന്ന് ഒരാൾ വീട്ടിൽ വരുമ്പോ നമ്മൾ സംസാരിക്കേണ്ട രീതി ഉണ്ടല്ലോ. ആ രീതി ഞാൻ സംസാരിച്ച അത്രേ ഉള്ളൂ. അല്ലാതെ മനപ്പുറം ചെറുതാക്കാൻ വേണ്ടി സംസാരിക്കും. മോഹനേട്ടൻ ഇങ്ങനെ പല അടവ് ഇറക്കുന്നുള്ള കാര്യം എനിക്കറിയാലോ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും ഇതൊരു പാഠമായിരിക്കണം. ഇന്നു മുതൽ കുമാരൻകുട്ടി വൈദ്യര് പറഞ്ഞ ഭക്ഷണമേ ഈ വീട്ടിൽ നിന്ന് മോഹനേട്ടൻ കഴിക്കും. എന്ന് വെച്ചാ ചായയുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനമാക്കിയല്ലോ അവിടെ വെച്ചിട്ട്. ഇനി രാവിലത്തെ ഭക്ഷണത്തിന്റെ കാര്യം, പിന്നെ ഉച്ചയൂണ്, അതൊക്കെ വൈദ്യര് പറഞ്ഞ അതേ കണക്കിന് ഞാൻ ശരിയാക്കി തരാം. വൈകിട്ട് ചായയില്ല. രാത്രിയിലത്തെ അത്താഴത്തിന് പച്ചവെള്ളമല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അയ്യോ, മോഹനേട്ടൻ തോപ്പിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ലല്ലോ. ഞാൻ എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ സ്നേഹിക്കുകയാണ്. സ്നേഹിക്കുന്നതിലൊരു ദോഷം കണ്ടുപിടിക്കുന്ന കഷ്ടല്ലേ മോനട്ടോ? ഉത്തം വിളിക്കുന്നുണ്ടല്ലോ. അതെ, ഞാൻ മോഹനേട്ടനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു തുടങ്ങിയ കാര്യം ഉത്തമനോട് പറയട്ടെ? വേണ്ട. നമസ്കാരം ഡോക്കിലെ. നമസ്കാരം. എന്തോ കാര്യമായിട്ട് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞല്ലോ. രാവിലെ തന്നെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഉച്ചവരെ എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. ഈ ഭാഗത്തേക്ക് എനിക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. ഞാനും ഇന്ന് ഭയങ്കര തിരക്കില ഉത്തമ. രാവിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ 2 കേസുണ്ട്. ഉച്ചകഴിഞ്ഞ് സബ് കോടതിയില്. അത് കഴിഞ്ഞ് ഒരു കക്ഷിയെ കാണാൻ ഓഫീസിൽ എനിക്ക് പോകണം. എല്ലാം കഴിയുമ്പോഴേക്കും 5 മണി കഴിയുവേ. പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങോടെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒത്തിരി വൈകും. ഇതാണ് ലിസ്റ്റ്. ഇതെന്താണ് ഇങ്ങനെ ഒരു ലിസ്റ്റ്? അരി 2 കിലോ, പഞ്ചസാര 1/2 കിലോ, ഉപ്പ് ചെറിയ പാക്കറ്റ്,
മുളക് പൊടി സാമ്പാർ പൊടി 100 ഗ്രാം വീതം, വെളിച്ചെണ്ണ 250 ഗ്രാം. ഇതെന്താണ് ഇങ്ങനെ? ഇന്ന് മുതൽ ഈ വീട്ടിൽ എനിക്ക് മാത്രം മതിയല്ലോ പാചകം ചെയ്ത ഭക്ഷണം. വെറുതെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി പൈസ കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ മോനൊരു സാറിന് സാറിനുള്ളതും താഴെ എഴുതിയിട്ടുണ്ടല്ലോ. വെള്ളരിക്ക 1 കിലോ, മത്തങ്ങ 2 കിലോ, കുമ്പളങ്ങ 4 എണ്ണം, പിന്നെ യഥേഷ്ടം കടിച്ചു മുറിച്ച് തിന്നാനുള്ള വെണ്ടയ്ക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, കോവയ്ക്ക, അങ്ങനെ എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. ഇതെന്താണ്? എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഉത്തമനെ പോലെ വിദ്യാഭ്യാസം കുറവുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പ്രവർത്തിച്ച് കാണിക്കണം. 1 മാസം കഴിഞ്ഞ് ഉത്തമൻ ഇവിടെ വരുമ്പോൾ എന്റെ മോഹനിട്ടുണ്ടായ മാറ്റം ഉത്തമൻ കണ്ടു. നല്ല മെലിഞ്ഞ് ചുമന്ന് തൊടുത്ത് ഇങ്ങനെയിരിക്കും. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് ഉത്തമൻ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെന്താണെന്ന് 1 മാസം കഴിഞ്ഞ് മോഹനേട്ടനെ കാണുമ്പോൾ ഉത്തമന് മനസ്സിലാവും. എന്തോ സംഭവം കാര്യമായിട്ടുണ്ടല്ലോ. കാണാൻ പോണ കാര്യം നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. നമ്മളൊക്കെ വിചാരിച്ചതിനെക്കാട്ടിലും വലിയൊരു മഹാനാണ് വില്ലേജ് ഓഫീസർ. അബുത്തമച്ചൻ, എനിക്ക് അടുക്കളയിൽ എനിക്ക് മാത്രം ഭക്ഷണം ഉണ്ടാക്കണ കുറച്ച് തിരക്കട്ടെ. വൈകിട്ട് കാണാം. ശരി. ഇതെന്താടാ സംഭവം? എന്തെങ്കിലും ആവട്ടെ, ഭ്രാന്തുള്ളവർക്ക് ഇന്ന രീതിയിലേ ഭ്രാന്ത് വരാവോ എന്നില്ലല്ലോ. എന്തൊക്കെ പുതിയ ഭ്രാന്ത്. സാറേ, എന്താണ് സാർ സംഭവം? സാർ ഇന്ന് മുതൽ ഭക്ഷണം കഴിക്കുന്നില്ലേ? വക്കീൽ പറഞ്ഞു വക്കീലിനുള്ള ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ തുണ്ടില്. അവൾ പ്രതികാരം ചെയ്യാം. പ്രതികാരം എന്തിന്? ഉത്തമന് കുമാരൻകുട്ടി വൈദ്യരെ അറിയാമോ? താലൂക്ക് ഓഫീസിനടുത്ത് ഒരു വൈദ്യശാലയുണ്ട്. നാട്ടിൽ വലിയ പേരൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് ഛത്തീസ്ഗഡിലൊക്കെ ഭയങ്കര പേരാ. സാറ് കാര്യം പറ. തഹസിൽദാർക്ക് പണ്ടൊരു ദഹനക്കേട് വന്നപ്പോ ഈ കുമാരൻകുട്ടി വൈദ്യർ അദ്ദേഹമാണ് മരുന്ന് കൊടുത്തത്. അസുഖം ശരിക്കും മാറുകയും ചെയ്തു. ഇപ്പോ വില്ലേജ് ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റിന് ആവശ്യം വന്നപ്പോ പഴയ പരിചയം വെച്ച് കുമാരൻകുട്ടി വൈദ്യർ തഹസിൽദാർ കണ്ടു. തഹസിൽദാർ അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. തഹസിൽദാർ പറഞ്ഞുവിട്ട ആളായതുകൊണ്ട് ആ ഒരു ബഹുമാനത്തിലാണ് ഞാൻ ആളെ സ്വീകരിച്ചത്. ഇവിടെ വന്ന് ഒരാൾ ഒരു കാര്യം പറയുമ്പോ അത് തർക്കിക്കാൻ പോണ്ട കാര്യമുണ്ടോ ഉത്തമ? നമ്മൾ പ്രത്യേകിച്ചും തഹസിൽദാർ പറഞ്ഞിട്ട ആളാകുമ്പോ. പക്ഷേ ഭാമ തർക്കിച്ചു. അപ്പോ ഞാൻ അറിയാൻ എന്തോ പറഞ്ഞു പോയി. അതിന്റെ വാശി തീർക്കുകയാണ് ഭാമ. എന്റെ സാറേ, പേരെന്തെന്ന് പറഞ്ഞാ വൈദ്യർ? കുമാരൻകുട്ടി വൈദ്യർ, ഛത്തീസ്ഗഡ്. ഈ വൈദ്യരെ പറ്റി സാറിന് ശരിക്കും അറിഞ്ഞൂടാ. സാർ അയാൾക്ക് ഒരു ചുക്കും അറിഞ്ഞൂടാ. എന്തൊക്കെ മരുന്നുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരുന്നവർക്ക് അതെടുത്ത് അങ്ങ് കൊടുക്കും. കിട്ടുന്ന കാശിന് വെള്ളം അടിച്ച് എവിടെയെങ്കിലുമൊക്കെ കോൺ തെറ്റി കിടക്കും. വയറുവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന ഏതോ ഒരു പെണ്ണും പിള്ളക്ക് മരുന്ന് മാറി ചാരായം കൊടുത്ത് സംഗതി പുലിവാലായി. ചാരായം കുടിച്ച പെണ്ണും പിള്ള പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിയപ്പോ വീട്ടുകാർക്കൊരു സംശയം. അങ്ങനെയാണ് ഈ വൈദ്യരുടെ ഒരു പഴയ വൈദ്യശാല അവിടെ ഉണ്ടായിരുന്നു. അത് നാട്ടുകാരെല്ലാവരുടെ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട് അന്ന് മുങ്ങിയതാണ് ഈ കക്ഷി എന്താ കുമാരൻ വൈദ്യര്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരും. വടക്കേ ഇന്ത്യയിൽ എവിടെയോ എന്താ ഛത്തീസ്ഗഡ് അവിടെ എവിടെയോ വലിയ വൈദ്യനായിട്ട് കഴിയുന്നൊക്കെയാണ് നാട്ടുകാരിങ്ങനെ പറയുന്നത്. എന്റെ സാറേ, ഈ അയാളുടെ വാക്കും കേട്ടോണ്ട് വക്കീലിന്റെ അടുത്ത് ഉടക്കിയതേ മണ്ടത്തരായി പോയി. എത്രയും പെട്ടെന്ന് സാറേ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ പോവേണേ. അപ്പൊ ലിസ്റ്റിലുള്ളത് വാങ്ങിച്ചാ മതിയാ? സാറിന് എഴുതിയിട്ടുള്ളത് വാങ്ങിക്കണോ? ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കിട്ട് വിളിച്ചു പറയാം. ഛത്തീസ്ഗഡിലെ കുമാരൻകുട്ടി വൈദ്യര്. എനിക്ക് ആഫീസിൽ പോകുന്ന നേരമായി. അതിനെന്താ പൊയ്ക്കോ. ഷർട്ട് കൊണ്ട് ഞാൻ അവിടെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ. അത് പോരല്ലോ, ഭക്ഷണം വേണ്ടേ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. മോഹനൻ ഡ്രസ് മാറി വരുമ്പോഴേക്കും ഭക്ഷണം റെഡി ആയിരിക്കും. ഷർട്ടും കൊണ്ട് മാറുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആദ്യം കഴിക്കാൻ എടുക്ക്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. മനസ്സിലായില്ല? കത്തിരിക്ക, ക്യാരറ്റ്, തക്കാളി,
വെണ്ടയ്ക്ക, മുരിങ്ങക്കോൽ. എന്നും കഴിക്കുന്നേ? എന്നും കഴിക്കുന്ന ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടിടിയപ്പം, രണ്ടിടിയപ്പം. ഇത് എനിക്ക് കഴിക്കാനുള്ളതാ. ഞാൻ ശാസ്ത്രീയമായി ജീവിക്കാൻ അറിയാത്തൊരു സാധുവല്ലേ. മോഹനേട്ടനുള്ളത് ഇതാണ്. പിടിക്ക്, കഴിച്ചു തുടങ്ങിക്കോ. ഒന്ന് കഴിക്കൊള്ളണേ. ഞാനൊരു മനുഷ്യജീവിയാണ്. ആനയും പശുവും മൊയിലൊന്നും അല്ല. അതുകൊണ്ട് മനുഷ്യർ വേവിച്ച ഭക്ഷണമാണ് കഴിക്കാറുള്ളത്. എന്നാര് പറഞ്ഞു മോനോട്ട? മനുഷ്യനുണ്ടായി ഒരുപാട് നാള് കഴിഞ്ഞിട്ടാണ് ഈ തീ കണ്ടുപിടിച്ചത്. തീ ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് മുന്നേ മനുഷ്യന് വേവിക്കാത്ത ഭക്ഷണമല്ലേ കഴിച്ചോണ്ടിരുന്നേ? ആ കാലം കഴിഞ്ഞല്ലോ. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ആ പഴയ കാലത്തിൽ പോകേണ്ട കാര്യം എന്താണ്? അത് ഇന്നലെ മോഹനേട്ടൻ തോന്നാതിരുന്ന എന്താ? കുമാരൻകുട്ടി വൈദ്യർ ഇന്നലെ വന്ന് വായി തോന്നുന്നതെല്ലാം വലിയ ശാസ്ത്രമായിട്ട് അവതരിപ്പിച്ചപ്പോ മോഹനേട്ടൻ സകലന്ന് പഞ്ചമുച്ച വടക്കി നിന്ന് കേട്ടു. ഇടയ്ക്കൊരു അഭിപ്രായം പറഞ്ഞ എന്നെ അയാളുടെ കൂടെ കൂടി നിന്ന് കളിയാക്കുകയും ചെയ്തു. പച്ചക്കറികളെ വേവിച്ചാൽ അതിന്റെ ഗുണങ്ങളെല്ലാം പോവെന്ന് വൈദ്യരെ പറഞ്ഞപ്പോ മോഹനേട്ടൻ അത് സമ്മതിച്ചതാണ്. ഇനിയിപ്പോ വേവിക്കാതെ പച്ചക്കറി കഴിച്ചാ മതി. കൃഷ്ണൻകുട്ടി അവിടെ ഉണ്ടാക്കുന്ന വിൽക്കാനുള്ള സാധനങ്ങളല്ലേ. അതുകൊണ്ട് കാശുമായിട്ട് ആര് ചെന്നാലും സാധനം കിട്ടും. പക്ഷെ ഇവിടത്തെ കാര്യം അങ്ങനെയല്ലല്ലോ. മോഹനേട്ടൻ രുചിയുള്ളത് കഴിക്കട്ടെ, മോഹനേട്ടന്റെ ആരോഗ്യം നന്നാവട്ടെ എന്നൊക്കെ ഓർത്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണമായിരുന്നു ഇവിടെ ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഏതോ ഒരു വൈദ്യരെ കണ്ടപ്പോ എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ മോഹനേട്ടൻ അങ്ങ് മറന്നുപോയി. അയാളുടെ മുന്നിൽ മോഹനേട്ടൻ ആളാവാൻ വേണ്ടി എന്നെ കളിയാക്കി. ഇനിയിപ്പോ വൈദ്യം പറഞ്ഞ പോലെ എന്നെ കഴിച്ചാ മതി. എനിക്ക് ആഫീസിൽ പോകാനുള്ളതാണ്. ആര് പറഞ്ഞു പോകണ്ടെന്ന്? ഉച്ചയ്ക്ക് വല്ലതും വേണമെങ്കിൽ ചുറ്റുപാത്രത്തിലാക്കി ഞാൻ തരാം. എന്താ വേണ്ടത്? നല്ല കുമ്പളങ്ങ ആയല്ലോ, അത് ശരീരത്തിന് ബെസ്റ്റാ. നല്ലതല്ല കുമ്പളങ്ങ. ആര് പറഞ്ഞു കുമ്പളങ്ങ നല്ലതാണെന്ന്? കുമാരൻകുട്ടി വൈദ്യർ പറഞ്ഞല്ലേ. എനിക്കെന്തായാലും അത്ര ശാസ്ത്രീയമായി ജീവിക്കാനൊന്നും അറിഞ്ഞൂടെ. അതുകൊണ്ട് എനിക്ക് കഴിക്കാനുള്ള ചോറും, എനിക്ക് കഴിക്കാനുള്ള മീൻകറിയും, എനിക്ക് കഴിക്കാനുള്ള സാമ്പാറും, എനിക്ക് കഴിക്കാനുള്ള പയറുതോരനും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മോഹനേട്ടൻ പ്രശ്നമേ ഉണ്ടാവുന്നില്ല. ഇതിന്റെ ഭവിഷ്യത്തുകൾ നീ അനുഭവിക്കും. ഭീഷണിയാണോ? മോഹനേട്ടന്റെ ഭീഷണി എനിക്ക് പുല്ലാണ്. നിന്റെ അഹങ്കാരം ഇവിടെ കറിയോടെ ഉണ്ടാക്കിച്ചു. ഇതേ ഉള്ളു വഴി. വൈദ്യുതിക്കാൻ വെച്ചിട്ടുണ്ട്. വെറുതെ പായി തോന്നുന്നു പറഞ്ഞ് മനുഷ്യനെ പട്ടിണി കാണാൻ നോക്കുന്നു. എന്താ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തായി കാണിച്ചെന്ന്? ഭക്ഷണം കഴിക്കുന്നു. എന്ത് ഭക്ഷണം? ഇടിയപ്പം. അത് എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കി വെച്ചതല്ലേ. അത് മോഷ്ടിച്ച് കഴിക്കുന്ന എവിടുത്തെ മര്യാദയാ? ഇനി ഞാനത് കഴിക്കും. അപ്പോ നീ വേറെ ഉണ്ടാക്കണം. ഇങ്ങനൊന്നും അല്ലല്ലോ ഇന്നലെ പറഞ്ഞത്. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ അയാളുടെ മുന്നിൽ ആളാവാനായിട്ട് വായി തോന്നൊക്കെ അങ്ങ് പറയാ. എന്നിട്ട് ആരും അറിയാതെ ഭാര്യയുടെ ഭക്ഷണം കട്ടെടുത്ത് തിന്ന. കൊള്ളല്ലോ മോനോട്ടൻ.
എന്നിട്ട് വിശപ്പ് മാറിയോ? ഇല്ല, രണ്ടെണ്ണല്ലേ ഉള്ളൂ. ഇനി വേണോ? രണ്ടെണ്ണല്ലേ ഉണ്ടാക്കിയോളൂ. ആവശ്യം പോലെ ഉണ്ട്. ഇതിപ്പോ ഉണ്ടാക്കി? ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാ. ഇന്നലെ പറഞ്ഞതല്ല വൈദ്യുതി മുല്ല ആളാവാൻ വേണ്ടി പറഞ്ഞതെന്നുള്ള കാര്യം എനിക്കറിയാലോ. രാവിലെ മോഹനേട്ടൻ നല്ല കുട്ടിയായി വരും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. ഒരുപാട് വർഷം ആയില്ലേ കണ്ടു തുടങ്ങിയിട്ട്. ആ വൈദ്യര് ഭയങ്കര കളനാ ഉത്തമം പറഞ്ഞത്. തഹസിൽദാര് പറഞ്ഞ ആളായതുകൊണ്ടാ ഞാൻ എല്ലാം കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. തഹസിൽദാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മോഹനേട്ടൻ അയാളോട് നന്നായിട്ട് പെരുമാറിയതിലൊന്നും എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ എന്നെ എന്തിനാ മോശക്കാരിയാക്കിയത്? അതൊരു ശീലായിപ്പോയല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ക്ഷമിച്ചോളൂ എന്നുള്ള കാര്യം മോനേട്ടൻ അറിയാം. അതാണ് ഈ പ്രശ്നം. ഇനി എന്തെങ്കിലും വേണോ? ചായ കിട്ടിയില്ല. ഇന്നെന്തായാലും ചായ ഇല്ല. ഇന്നലെ കാണിച്ച തോന്നിവാസത്തിനുള്ള ശിക്ഷയാണത്. ചായ തരുന്ന പ്രശ്നമില്ല. വേണ്ട. അല്ലെങ്കിലും ഒരു ദിവസം ചായ കുടിച്ചില്ല ഇപ്പൊ എന്ത് പറ്റാനാ അല്ലേ? അതിനോട് ഇടിയപ്പം കഴിക്കാം. മറ്റൊരാളുടെ മുമ്പിൽ കേമനാവാനായി സ്വന്തം ഭാര്യയെ പരിഹസിക്കുന്നത് കേമന്മാർക്ക് ചേർന്നതല്ല. പ്രത്യേകിച്ചും സത്യഭാമയെ പോലെ ബുദ്ധിയുള്ളൊരു പെണ്ണിനോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇത്തരം കാര്യങ്ങളിൽ ഭാവിയിലെങ്കിലും മോഹനകൃഷ്ണൻ ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.